അമ്മേ, ഇതാ ചായ കുടിച്ചോളൂ. ആ, എൻ്റെ മരുമോൾ ആദ്യമായിട്ടുണ്ടാക്കിയ ചായയല്ലേ, ഒന്ന് കുടിച്ചു നോക്കട്ടെ. എന്നാ ചായ മോളെ ഇത്? വായിൽ വെക്കാൻ കൊള്ളത്തില്ലല്ലോ. എന്നാ ഇത്? ചായപ്പൊടി അങ്ങനെ തന്നെ കൊട്ടിയിട്ടേക്ക് വന്നോ? അമ്മേ, ഞാൻ 5 സ്പൂൺ മാത്രമേ ഇട്ടുള്ളൂ. എൻ്റെ പൊന്നു മോളെ, അമ്മ ചായ ഉണ്ടാക്കിക്കോളാം. ചായയിൽ ആരെങ്കിലും 5 സ്പൂൺ ചായപ്പൊടി ഇടൂ? മോള് പോയിരുന്നു, ഞാൻ ഇനി വേറെ ചായ ഉണ്ടാക്കിക്കോളാം. ആ, അമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ എവിടേക്ക് അന്വേഷിച്ചു. എന്താ മോളെ? അമ്മേ, എനിക്ക് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ സോപ്പ് പൊടി തികയില്ല. കുറച്ചുകൂടി തരുമോ? മോളെ, ആ സോപ്പ് പെട്ടിയിൽ ഒരു അരപ്പാത്രം ഉണ്ടായിരുന്നല്ലോ സോപ്പ് പൊടി, അതെന്തേ? അമ്മേ, അത്ര സോപ്പ് പൊടി വെച്ചിട്ട് അത്രയും ഡ്രസ്സ് എങ്ങനെ കഴുകുക? അത് തികയില്ലല്ലോ. ഈ കുട്ടി ഇതെന്താ പറയണേ? ഒരു 2 ഡ്രസ്സ് അലക്കാൻ അരപ്പാട്ട സോപ്പ് പൊടിയോ? ഞാൻ ഇതെന്താ കേൾക്കണേ എൻ്റെ ഈശ്വര. കുട്ടീനെ അലക്കണ്ട, കുട്ടിയുടെ ഡ്രസ്സ് ഇങ്ങോട്ട് തന്നോളൂ, ഞാൻ അലക്കി തന്നോളാം. എന്നാലും വേണ്ടില്ലല്ലോ. മോളിത് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയോ? എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല, പക്ഷെ ഞാനിപ്പോൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. മോളെ, ഇതിപ്പോൾ സാമ്പാറായിട്ടില്ല. ഇത് സാമ്പാറാവണമെങ്കിൽ ഇതിൽ കുറച്ച് പച്ചക്കറികൾ കൂടി ചേർക്കണം. ആ, സാമ്പാറിൽ പച്ചക്കറി ഇടണോല്ലേ? ഇവിടെ ഇപ്പോൾ ഒന്നും ഇരിപ്പില്ലല്ലോ. ഞാൻ ചേട്ടനോട് വാങ്ങിച്ചിട്ട് വരാൻ പറയാം കേട്ടോ. അമ്മേ, എല്ലാ പച്ചക്കറിയും ഓരോ കിലോ വീതം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും മതിയല്ലോ. എന്നാ പരിപാടിയാ മോളെ നീ കാണിക്കുന്നേ? എല്ലാ പച്ചക്കറിയും ഓരോ കിലോ വാങ്ങിയിട്ടൂടെ എന്തുണ്ടാക്കാനാ മോളെ? അച്ഛനാണെങ്കിൽ പച്ചക്കറി കഴിക്കില്ല. ഇവിടെ എല്ലാ ദിവസവും മീൻ തന്നെയാണ് വാങ്ങിക്കാറ്. പിന്നെ 2 ആഴ്ചത്തുമ്പേക്ക് സാമ്പാർ വെക്കാറുള്ളൂ. ഈ പച്ചക്കറിക്ക് ഞാൻ ഇനി എന്ത് ചെയ്യും ഈശ്വര? എൻ്റെ പൊന്നു മോളെ, മോളിനി അമ്മയെടുത്ത് ചോദിച്ചിട്ട് എന്ത് ചെയ്താൽ മതി കേട്ടോ. അമ്മയോട് ചോദിക്കാതൊന്നും ചെയ്യല്ലേ. ശരി അമ്മേ. എന്നാ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കൂടി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞല്ലോ. ചോറും കൂടി ഉണ്ടാക്കിയാലോ അമ്മേ? ആ മോളെ, ആ പണി കൂടി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോവാലോ. 1 2 3 4. അമ്മേ, 5 ഗ്ലാസ് അരി മതിയോ? 5 ഗ്ലാസ് അരിയോ? ഇന്ന് ഇവിടെയല്ല വിരുന്നാരും വരുന്നുണ്ടോ മോളെ? അല്ല, നമ്മളിവിടെ 5 പേരുണ്ടല്ലോ, അപ്പം 5 ഗ്ലാസ് അരി എടുക്കണ്ടേ? എൻ്റെ പൊന്നു മോളെ, ഇവിടെ ആകെ 2 ഗ്ലാസ് അരി എടുക്കാറുള്ളൂ. ഈ 2 ഗ്ലാസ് അരി ഇട്ടാൽ തന്നെ ബാക്കി വരും. മോള് പോയിക്കോ, അമ്മ തന്നെ ചോറ് വെച്ചോളാം. മോൾ അവിടെ പോയിരുന്ന് TV കാണോ ബുക്ക് വായിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ചെല്ലേ, അമ്മ ഉണ്ടാക്കിക്കോളാം കേട്ടോ. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോയിക്കോളാം.